മോർണിംഗ് ഗൈസ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഗൈസ്, രാവിലെയായി ഞാൻ ഇന്നിട്ടതേ ഉള്ളൂ. അപ്പം ഇന്ന് എനിക്കൊരു സ്പെഷ്യൽ ഡേയും കൂടാണ്. ഇന്നെൻ്റെ ബർത്ത്ഡേ ആണ്. ഞാനിങ്ങനെ ഓർക്കുവാണ് എത്ര പെട്ടെന്നാണ് നമ്മുടെ ഓരോരോ വയസ്സുകൾ ഇങ്ങനെ ആകുന്നതില്ലേ. ഇന്നാളാണ് തോന്നുന്നു കഴിഞ്ഞ കൊല്ലത്തെ ഒന്ന് ആഘോഷിച്ചത്. അപ്പം തന്നെ ദേ അടുത്ത വന്നു. എല്ലാം വളരെ വളരെ പെട്ടെന്നാണ് ഗൈസ്. അപ്പോൾ ഉള്ള സമയം നമ്മൾ എൻജോയ് ചെയ്ത് അങ്ങോട്ട് ജീവിക്കുക. അപ്പം ഗായ്സ്, ഞാൻ എണ്ണീറ്റൊന്ന് ഫ്രഷായി. ഇനി നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പരിപാടിയിലേക്ക് പോകണം. രാവിലെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് കിഴങ്ങ് കറിയും അപ്പവുമാണ്. അപ്പം ഞാൻ ഇനി തലമുടിയൊക്കെ ഒന്ന് കെട്ടി വെച്ചിട്ട് നേരെ അടുക്കളയിലോട്ട് പോവുകയാണ്. പിന്നെ നമുക്ക് അതിന് മുമ്പ് കട്ടിലൊക്കെ ഒന്ന് വൃത്തിയാക്കണം. രാവിലെ ഞാൻ എണ്ണിച്ച് മുഖമൊക്കെ ഒന്ന് കഴുകിക്കഴിഞ്ഞ് നേരെ ഞാൻ കട്ടിൽ വൃത്തിയാക്കി. എന്നാലേ എനിക്ക് ആ ഒരു ദിവസം ഒരു ഗുമ്മുള്ളൂ. കട്ടിൽ വൃത്തിയായി കിടക്കുമ്പോൾ നമ്മുടെ ആ ഒരു മുറി വൃത്തിയായി കിടക്കുന്ന പോലെ ഒരു ഫീൽ ചെയ്യും. നിങ്ങൾക്ക് അങ്ങനെയാണോ ഗായ്സ്? അപ്പം കട്ടിലൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് വേണം നമുക്കിനി കാപ്പി പരിപാടി ഉണ്ടാക്കാൻ. അത് കഴിഞ്ഞ് എനിക്ക് അമ്പലത്തിൽ പോകണം. അമ്പലത്തിൽ പോകുന്നത് വെട്ടിക്കോട്ട് അമ്പലത്തിലാണ് പോകുന്നത് കേട്ടോ. എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ, ചാരിമൂട്ടുകാർക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും വെട്ടിക്കോട്ട് അമ്പലം. അപ്പോൾ അവിടെ പോകണം. എൻ്റെ തൊണ്ട ശകലം അടഞ്ഞിരിക്കുവാണ് ഗായ്സ്. എനിക്ക് നല്ല തൊണ്ടയ്ക്ക് വേദനയുണ്ട്. അപ്പോഴാണ് ഇത് എഡിറ്റ് ചെയ്യുന്നത്. സൗണ്ട് തീരെ കുറവായിരിക്കും. എന്നിട്ട് നമ്മൾ കിഴങ്ങറിയൊക്കെ സെറ്റാക്കി ഇനി നമുക്ക് അപ്പം ഉണ്ടാക്കിയിട്ട് നമുക്ക് പെട്ടെന്ന് റെഡിയായിട്ട് അമ്പലത്തിൽ പോകണം. ഇവിടെ അബീസിന് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സംഭവമാണ് ഈ അപ്പം കേട്ടോ. എപ്പോൾ അപ്പം കൊടുത്താലും അവൻ കഴിച്ചോളൂ. അവൻ ഭയങ്കര ഇഷ്ടമുള്ളൊരു ഇതാണ് ഈ അപ്പവും കിഴങ്ങറിയും. അങ്ങനെ ഞാൻ അപ്പവും കിഴങ്ങറിയൊക്കെ കഴിച്ചിട്ട് അമ്പലത്തിൽ പോകുന്നത്. അങ്ങനെ ഞാൻ റെഡിയായിട്ട് വെട്ടിക്കോട്ട് പോവാണ്. വെട്ടിക്കോട്ട് നമ്മൾ ബസ്സിൽ പോകണേ. ബസ്സിൽ പോയിട്ട് അവിടെ ഇറങ്ങിയിട്ട് കുറച്ച് നടന്ന് അകത്തോട്ട് പോകണം. നമുക്ക് ഞായറാഴ്ച ദിവസമാണ് ഞാൻ പോകുന്നത്. അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ വണ്ടിയിലോ ആക്റ്റീവയിലോ ഒക്കെ വല്ലതും ആണെങ്കിൽ നമുക്ക് അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ ചെന്നിറങ്ങാം. അല്ല, ഞായറാഴ്ച ദിവസം ഫുള്ള് കടയായിരിക്കും. അപ്പോൾ നമുക്ക് അങ്ങനെ വണ്ടി അവരങ്ങനെ കടത്തി വിടത്തില്ല. അപ്പം അമ്പലത്തിൻ്റെ രണ്ട് സൈഡിലും വയലാണ്. നല്ലൊരു ഭംഗിയുള്ളൊരു ലുക്കാണ് ഇവിടെ കേട്ടോ. അപ്പം ഒരു ഞായറാഴ്ച ഭയങ്കര തിരക്കുള്ളൊരു സമയമാണ്. അപ്പം ഞാൻ ഓരോന്നായിട്ട് കാണിക്കാം. അപ്പം നമ്മുടെ അമ്പലം എത്തി. അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ കൂടെ അല്ല ഞാൻ കയറുന്നത്. കാരണം ഇവിടെ നമ്മൾ കാല് കഴുകാതെ നമ്മൾ അമ്പലത്തിൻ്റെ അകത്ത് കയറാൻ പറ്റത്തില്ല. അപ്പം സൈഡിലായിട്ടാണ് ഇതിൻ്റെ കുളം. അപ്പം ഞാൻ ചെരുപ്പ് ഊരിയിട്ട് നേരെ കുളത്തിലോട്ട് പോവാണ്. പണ്ടൊക്കെ ഈ അമ്പലത്തിലെ അകത്തായിരുന്നു കുളം. പിന്നെ അത് വെളിയിലാക്കിയതാണ്. ഇവിടെയാണ് കുളം. ഇവിടെ വരുമ്പോൾ നമ്മൾ കാല് കഴുകാതെ അകത്ത് കയറാൻ പറ്റത്തില്ല. അങ്ങനെ ഞാൻ കുളത്തിലിറങ്ങി കാല് കഴുകുവാണ്. പിന്നെന്താ പറയുക, വെള്ളം കണ്ടാൽ ഞാൻ കുറച്ച് നേരം അവിടെ അങ്ങ് നിൽക്കും കേട്ടോ. ഒരുപാട് സമയമെടുത്ത് ഞാൻ അമ്പലത്തിൽ കയറി തൊഴാൻ ഒരുപാട് നേരം കുറച്ച് നേരം വെള്ളത്തിൽ അവിടെ ഇരുന്ന് കാലൊക്കെ കഴുകിയിട്ട് പിന്നെയാണ് അമ്പലത്തിലോട്ട് പോയത്. നിറച്ച് മീനാണ് കേട്ടോ, നല്ല രസമാണ്. പക്ഷേ എനിക്കത് അടുത്ത് വെച്ച് മീനൊക്കെ എടുക്കണമെന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളതുകൊണ്ട് എനിക്ക് മൊബൈലും ഇതുകൂടെ പിടിക്കാൻ പാടായിരുന്നു. അപ്പം ഞാൻ ഇനി അമ്പലത്തിൻ്റെ അകത്ത് കയറുക. അമ്പലത്തിൻ്റെ അകത്ത് കയറിയാൽ മൊബൈൽ പറ്റത്തില്ല. അപ്പോൾ ഇനി തൊഴുതിട്ട് കാണാം. ബൈ ബൈ. അപ്പോൾ ഗായ്സ്, ഞാൻ തൊഴുതിട്ടൊക്കെ ഇറങ്ങി. അപ്പം തൊഴുതപ്പം മനസ്സിന് നല്ല ആശ്വാസമുണ്ട്. അപ്പം ഇനി അമ്പലത്തിനെക്കുറിച്ച് പറയാം. ഇവിടുത്തെ പ്രതിഷ്ഠ നാഗരാജാവ് നാഗേക്ഷിയമ്മയാണ്. ഇവിടുത്തെ ഉത്സവം എന്ന് പറയുന്നത് കന്നിമാസത്തിലെ ആയില്യമാണ്. അപ്പോൾ എല്ലാവർക്കും അറിയാമായിരിക്കും കേട്ടോ. ഒരുപാട് ദൂരെ നിന്നൊക്കെ ഒരുപാട് ആൾക്കാർ ഇവിടെ വന്ന് തൊഴും. ഞായറാഴ്ച ദിവസമാണ് ഇവിടുത്തെ പ്രത്യേക ദിവസം. അപ്പം ഇനി ഞാൻ വീട്ടിലോട്ട് പോവുകയാണ്. ഞാൻ പോകുന്ന വഴിക്കൊരു കൈനോട്ടക്കാരിയെ കണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു നിങ്ങളെയും കൂടെ കേൾപ്പിക്കാമെന്ന്. പക്ഷേ അവരെ കാണുന്നില്ല. ഞാൻ അങ്ങോട്ട് പോയപ്പോൾ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്ന പോലെ കഴിക്കാനോ മറ്റോ പോയതായിരിക്കുമെന്ന്. അപ്പം ഞാൻ ഇനി വീട്ടിലോട്ട് പോവുകയാണ്.
അപ്പം ഞാൻ പോകുന്ന വഴിക്ക് ഞാൻ ഈ ചിരട്ടയുടെ സംഭവങ്ങൾ കണ്ടു കേട്ടോ. എനിക്ക് ഈ ഇങ്ങനത്തുള്ള ഐറ്റംസൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഈ നമ്മുടെ എന്താ പറയുക നാച്ചുറലായിട്ടുള്ള സംഭവമല്ലേ ഇതൊക്കെ. അപ്പോൾ ഞാൻ വിചാരിച്ചു ചിരട്ടയുടെ സോപ്പ് പൊടി ഞാൻ അങ്ങോട്ട് പോയപ്പോഴേ കണ്ടായിരുന്നേ. അപ്പോൾ ഞാൻ ഈ ചിരട്ടയുടെ സോപ്പ് പൊടി മേടിച്ച് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. വെയിറ്റ് ഒട്ടും ഇല്ല കേട്ടോ. ഈ ഇരിക്കുന്ന മൊത്തം ചിരട്ടയുടെ ഐറ്റംസാണ്. പിന്നെ ഈ കുഞ്ഞ് തവിയും മേടിച്ച് നല്ല രസമായിരുന്നേ. അങ്ങനെ ഞാൻ അമ്പലത്തിലൊക്കെ പോയി വീട്ടിലെത്തി ഇങ്ങനെ ഇരുന്നപ്പം എന്നെ ഞെട്ടിച്ചുകൊണ്ട് എനിക്കൊരു കേക്ക് കിട്ടി കേട്ടോ. എൻ്റെ അജിച്ചേട്ടൻ എനിക്ക് സർപ്രൈസായിട്ടൊരു കേക്കൊക്കെ മേടിച്ചായിരുന്നു. ഞാനതൊന്നും അറിഞ്ഞില്ല. രാവിലെയും കൂടെ വിളിച്ചപ്പം എന്നോട് പറഞ്ഞേ ഇല്ല. അപ്പം പെട്ടെന്ന് ഒരാൾ കേക്ക് കൊണ്ടു തന്നപ്പം ഞാൻ ഞെട്ടിപ്പോയി. അപ്പം നേരത്തെ കടയിൽ വിളിച്ച് പ്ലാൻ ചെയ്തേക്കുമായിരുന്നു. പിന്നെ ഞാൻ പെട്ടെന്ന് ഡ്രസ്സൊക്കെ മാറി അങ്ങനെ കേക്കൊക്കെ മുറിച്ച് നല്ല സൂപ്പർ ടേസ്റ്റുള്ള കേക്കായിരുന്നേ. അത് കഴിഞ്ഞിട്ട് എനിക്ക് വേറൊരു സമ്മാനം കിട്ടി. എൻ്റെ നാത്തൂൻ എനിക്കൊരു മഹാദേവൻ്റെ ചെറിയൊരു എന്താ പറയുക വിഗ്രഹം കൊണ്ട് തന്ന്. പണ്ട് എപ്പോഴോ ഞാൻ അവളോട് സംസാരിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞായിരുന്നു എനിക്ക് അങ്ങനെ ഒരെണ്ണം വേണമെന്ന്. അതവൾ ഓർത്ത് വെച്ചിരുന്ന അതും തന്നു. 2 കമ്മലും സമ്മാനമായിട്ട് കിട്ടി. അപ്പം ശരിക്കും എനിക്ക് സർപ്രൈസായിപ്പോയി. സാധാരണ എൻ്റെ ബർത്ത്ഡേ അങ്ങനെ ആഘോഷിക്കത്തൊന്നുമില്ല. അമ്പലത്തിലൊന്ന് പോവും, അവിടെ തീരും നമ്മുടെ ബർത്ത്ഡേ ആഘോഷം. അപ്പം അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ചോറിന് കൂട്ടാൻ അമ്മ ഞണ്ട് കറി വെച്ചിട്ടുണ്ടായിരുന്നു. സദ്യയൊന്നുമല്ല കേട്ടോ. ഞണ്ട് കറിയും അവിയലും മോരുകറിയും അയലക്കറിയായിരുന്നു അന്നത്തെ കൂട്ടാൻ. അപ്പോൾ അതൊക്കെ കഴിച്ച് എനിക്ക് നല്ല തൊണ്ടയ്ക്ക് വേദനയുണ്ട് ഗൈസ്. അതാണ് എൻ്റെ സൗണ്ട് കുറഞ്ഞു വരുന്നത്. അത് കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോൾ ഒരു പായസവും കൂടെ വെച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ബർത്ത്ഡേ വിശേഷം. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ ബൈ ബൈ ഗൈസ്.